നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, അത് വളരെ പൊളൈറ്റ് ആയിട്ട്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമ്മുടെ ഈ 100 ദിവസത്തെ കോഴ്സിനകത്ത് 22ാമത്തെ ദിവസമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷാണ് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ പഠിക്കുന്നത്. എന്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നിങ്ങൾ ഇത് ലൈക്കും ചെയ്യേണ്ട, സബ്സ്ക്രൈബും ചെയ്യേണ്ട, പഠിച്ചാൽ മാത്രം മതി. നമ്മൾ ശ്രദ്ധിക്കാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. നമുക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഐ ലൈക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എൻജോയ്. മൈ ഫേവറേറ്റ് ഈസ്, ഐ ലവ്, I really love, അല്ലെങ്കിൽ I really like, I adore. ഈ അഡോർ എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതിനെയാണ് നമ്മൾ അഡോർ. അതിന്റെ ഏറ്റവും വലിയ ഒരു ലെവലിലാണ് ഈ അഡോർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ മൈ ഫേവറേറ്റ് ഈസ് എന്ന് പറയാം. നമുക്ക് ശ്രദ്ധിക്കാം, ചില എക്സാമ്പിൾ നോക്കാം. ഐ ലൈക്ക് പൊറോട്ട, അല്ലെങ്കിൽ ഐ ലൈക്ക് റീഡിങ് ബുക്സ്. എനിക്ക് ബുക്ക് വായിക്കാൻ വേണ്ടി ഇഷ്ടമാണ്. ഇത് തന്നെ ഐ ലൈക്ക് റീഡിങ് ബുക്ക് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ വേണം പറയാം, ഐ ലൈക്ക് ടു റീഡ് ബുക്സ്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ടു കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ എപ്പോഴും എന്താണ് V1 ആയിരിക്കും ഉപയോഗിക്കുന്നത്, അല്ലെ? അത് നമ്മൾ നേരത്തെ പഠിച്ചാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ കോഴ്സ് കാണുന്നുണ്ടെങ്കിൽ 1ാമത്തെ ചാപ്റ്റർ പഠിക്കുക. അവിടെ നമ്മൾ ഗ്രാമറും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ, വലിയ ഗ്രാമർ അല്ല, അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്, അല്ലെ? അപ്പൊ അത് നിങ്ങൾ 1ാമത്തെ ചാപ്റ്റർ തൊട്ട് കാണുക. ഇനിയിപ്പോ ഐ ലൈക്ക് ടു ഈറ്റ് ബിരിയാണി, അല്ലെങ്കിൽ ഐ ലൈക്ക് ഈറ്റിംഗ് ബിരിയാണി. ഐ എൻജോയ് ജോഗിങ്. എന്താണ് ഈ ജോഗിങ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വേഗത്തിൽ ഓടുന്നതാണ് നമ്മൾ ജോഗിങ്, ഒരു എക്സസൈസിന്റെ ഭാഗമായിട്ട്, അല്ലെ? ഐ എൻജോയ് ജോഗിങ്. ഐ അഡോർ ത്രില്ലർ മൂവീസ്. എന്താണ് ഈ ത്രില്ലർ മൂവീസ്? ഉദ്യോഗജനകമായി നമ്മൾ നോക്കിയിരിക്കും, അല്ലെ? ഇതെന്താ സംഭവിക്കുന്നത്? അങ്ങനെയുള്ള മൂവീസാണ് ത്രില്ലർ മൂവീസ്. ഈ മൂവീസിന് പല പല കാറ്റഗറി ഉണ്ട്. അപ്പൊ അഡോർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെ? ആക്ഷൻ മൂവീസ്, ഭയങ്കര സ്റ്റണ്ട് ഒക്കെ ഉള്ള മൂവീസ്, അല്ലെ? അല്ല, റൊമാൻറ്റിക് മൂവീസ്, പിന്നെ വെസ്റ്റേൺ മൂവീസ്, വിദേശ മൂവികൾ, അല്ലെ? ഡ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ നമ്മൾ പറഞ്ഞില്ലേ ഭയങ്കര കഥയുള്ള ഒരു സിനിമയാണ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഡ്രാമ കാറ്റഗറി പെടുന്നു, അല്ലെങ്കിൽ ഒരു ഫാമിലി സ്റ്റോറി, ഫാമിലി ഡ്രാമയാണ്. ഹൊറർ മൂവീസ്, പേടിപ്പിക്കുന്ന, അല്ലെ? കോമഡി മൂവീസ് നമുക്കറിയാം. വാർ മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഫാന്റസി മൂവീസ്. ഈ ഫാന്റസി മൂവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് മൈഡിയ കുട്ടിച്ചാത്തനൊക്കെ ഒരു കൈൻഡ് ഓഫ് ഫാന്റസി മൂവിയാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഹാരി പോട്ടർ, അങ്ങനത്തെ ഒക്കെ ഉള്ള ഫാന്റസി മൂവീസ് ആണ്. പിന്നെ എന്താണ് ആനിമേഷൻ മൂവീസ്, അല്ലെ? പിള്ളേരൊക്കെ ഇരുന്ന് കാണുന്നതാണ് ആനിമേഷൻ മൂവീസ്. അങ്ങനെ പലതരത്തിലുള്ള മൂവീസ് ഉണ്ട്, ഇനിയുണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഒക്കെ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ എഴുതുക. ഐ അഡോർ വാട്ട് കൈൻഡ് ഓഫ് മൂവി ഡു ലൈക്ക്. ഇനിയിപ്പോഴാ നമുക്ക് ചോദിക്കാം, ഡു യു ലൈക്ക്? നിനക്ക് ഇഷ്ടമാണോ? അപ്പൊ നിങ്ങൾ പറഞ്ഞു ഐ ലൈക്ക്, അല്ലെ? അല്ലെങ്കിൽ ഐ ഡു. നമുക്ക് ശ്രദ്ധിക്കാം അങ്ങനെ ഉത്തരം പറയുന്നത്. വാട്ട് ഡു യു ലൈക്ക്? നിനക്ക് എന്താണ് ഇഷ്ടം? വാട്ട് ഡു യു ലൈക്ക്? നമുക്കിപ്പോ കുറെ ഓപ്ഷൻസ് കാണിച്ചിട്ട് ചോദിക്കാം വാട്ട് ഡു യു ലൈക്ക്. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, കുട്ടികളോട് ചോദിക്കാം, വാട്ട് ഡു യു ലൈക്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? വാട്ട് ഡു യു ലൈക്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? നിനക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് വേണ്ടത്? അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല പറയുന്നത്, അത് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. ബ്രേക്ക്ഫാസ്റ്റ്, അതാണ് എന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ. ബ്രേക്ക്ഫാസ്റ്റ്. ഒന്നുകൂടെ പറയാം, വാട്ട് ഡു യു ലൈക്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? ഡു യു ലൈക്ക്? ഇപ്പോൾ നമുക്ക് ബാക്കിയാണ്, ഡു യു ലൈക്ക് ഐസ്ക്രീം? അപ്പൊ അതിന്റെ മറുപടി എങ്ങനെയാണ്? ഈ ഡു ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കണം? ഡു ആയിരിക്കണം. എപ്പോഴാ? ആണെന്നുള്ള ഉത്തരം, അല്ലെ? ഡു യു ലൈക്ക് ഐസ്ക്രീം? ഓഫ് കോഴ്സ്. അല്ലെങ്കിൽ യെസ് ഐ ഡു. ഇനി ഇഷ്ടമല്ലെന്നുള്ളോ? നോ ഐ ഡോണ്ട്. നോ ഐ ഡോണ്ട്. ഇത് നമ്മൾ ഇപ്പോഴും അവൻ ഇഷ്ടമാണെന്നെങ്കിൽ എങ്ങനെ ചോദിക്കാം? ഡസ് ഹി ലൈക്ക് ഐസ്ക്രീം? യെസ് ഹി ഡസ്. നോ ഹി ഡസന്റ്. അവന് താല്പര്യമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? നമ്മൾ സിംഗുലർ ആണ്, ഒരാളെ പറ്റിയാണ്. നമ്മൾ സിംഗുലറിനൊക്കെ പറയാൻ പേടിച്ചു പോലെ ഒരാളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ദാറ്റ് ഇസ് സിംഗുലർ. ഒന്നിൽ കൂടുതൽ ആൾക്കാരാണെങ്കിൽ പ്ലൂറൽ. അപ്പൊ ഞാൻ എന്നുള്ള ആരോട് ചോദിച്ചു, ഇപ്പൊ ഒരുപാട് പേര് കാണാതെ പഠിക്കുന്ന പല ഫോർമുലകളൊക്കെ ഉപയോഗിച്ച് കാണാതെ പഠിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ സത്യത്തില് വളരെ സിമ്പിൾ ആണ്. ഒന്നുള്ളത് എല്ലാം സിംഗുലർ ആണ്, അല്ലെ? അപ്പൊ ഞാൻ ചോദിക്കാം, ഒരു പാമ്പ് സിംഗുലർ, ഒന്നര പാമ്പ്, ഒന്നിൽ കൂടുതലല്ല, എന്താണ്? പ്ലൂറൽ ആണ്, അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ പഠിച്ച് നമ്മൾ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. വാട്ട് കൈൻഡ് ഓഫ് ഐസ്ക്രീം ഡു യു ലൈക്ക്? നിനക്ക് എങ്ങനെയുള്ള ഐസ്ക്രീമാണ് നിനക്ക് ഇഷ്ടം? ഐ ലൈക്ക് വാനില, ബട്ട് മൈ ഡോട്ടർ ലൈക്സ് ചോക്ലേറ്റ്. അപ്പൊ ഡോട്ടർ ഒരാളല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് എന്തോന്ന് ലൈക്സ്, അല്ലെ? ഡു യു ലൈക്ക് ഐസ്ക്രീം? യെസ് ഐ ഡു. നോ ഐ ഡോണ്ട്. വാട്ട് കൈൻഡ് ഓഫ് ഐസ്ക്രീം ഡു യു ലൈക്ക്? ഐ ലൈക്ക് വാനില, ബട്ട് മൈ ഡോട്ടർ ലൈക്സ് ചോക്ലേറ്റ്. അവിടെ ചോദിച്ചില്ലല്ലോ ഡോക്ടർ എന്താണ് ഇഷ്ടമുള്ളത്, അല്ലെ? എങ്കിലും നമുക്ക് പറഞ്ഞതേ ഉള്ളൂ, അല്ലെ? നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കില്ല, അതങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഓൺ വീക്കെൻഡ്സ്?
ഇതൊക്കെ പല രീതിയിൽ ചോദിക്കാം അല്ലേ. നിനക്ക് വീക്കെൻഡില് നിനക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം? ഐ ലൈക്ക് ടു റിലാക്സ് ആൻഡ് വാച്ച് മൂവീസ്. എന്താണ്, ചുമ്മാ കുറേ ഇരിക്കല്ലേ, ഇരുന്നിട്ട് എന്താണ് സിനിമ കാണാനാണ് ഇഷ്ടം. അല്ലെങ്കിൽ ഐ ലൈക്ക് ടു ഗോ ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ്, എന്റെ കൂട്ടുകാരോടെ ഗോ ഔട്ട് എന്ന് പറയുന്നത് പുറത്തു പോവുക, പ്രത്യേകിച്ച് കാര്യമൊന്നും ചുമ്മാ ഇങ്ങനെ പുറത്ത് കറങ്ങാൻ പോലെ. അതാണ് ഐ ലൈക്ക് ടു ഗോ ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ് ഫോർ യുവർ ബ്രേക്ക്ഫാസ്റ്റ് ടുമോറോ? അത് ഇച്ചിരി പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതാണ് വാട്ട് വുഡ് യു ലൈക്ക് ടു. ഇപ്പോഴ് നമുക്ക് പൊളൈറ്റ് ആയിട്ട് ചോദിക്കണമെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ അല്ലെ, വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുമോറോ? നിനക്ക് നാളെ കഴിക്കാറില്ലേ, അതാണ് ഹാവ് അല്ലെ. ഈച്ച് എന്ന് വേണം ചോദിക്കാമല്ലോ, ചോദിക്കാം, പക്ഷെ ഹാവ് ആണ് ചോദിക്കുന്നത്, അതാണ് കറക്റ്റ്. ഐ ലൈക്ക് പാൻ കേക്ക്. അപ്പൊ അപ്പം നമുക്ക് പാൻ കേക്ക് എന്ന് പറയാം. അപ്പൊ നമ്മളോട് ആരും ചോദിക്കാലോ, വാട്ട് യു മീൻ ബൈ അപ്പം? അപ്പൊ നമുക്ക് പറയാം, ഇറ്റ്സ് മെയ്ഡ് ഫ്രം ഫെർമെന്റഡ് ഫ്ലവർ. ഫ്ലവറോ? ഫ്ലവർ പൂന്നല്ല, അരിപ്പൊടിക്കാണ് ഫ്ലവർ എന്ന് പറഞ്ഞല്ലേ പൊടി. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മള് ഫ്ലോർ നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്, ഫ്ലോർ അല്ല, ഇറ്റ്സ് ഫ്ലവർ. ഫ്ലവർ, പൂവിന്റെ അതേ പ്രൊനൗൺസിയേഷൻ. ഓക്കെ, ഫ്ലവർ. ഡു യു ലൈക്ക് ടു ഗോ ഷോപ്പിംഗ്? നിനക്ക് ഷോപ്പിങ്ങിന് പോകാൻ ഇഷ്ടമാണോ? യെസ് ഐ ലവ് ഇറ്റ്. യെസ് ഐ ഡു എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ എന്താണ് നമ്മൾ അവിടെ അത് പറയാം, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതാണ്, അതുകൊണ്ടാണ് പറയുന്നത് യെസ് ഐ ലവ് ഇറ്റ്. നമ്മൾ പറയാല്ലേ, ഇത് ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് പറയാം യെസ് ഐ ലവ് ഇറ്റ്. അപ്പൊ ഇഷ്ടമല്ലെന്ന് പറയുമ്പോഴോ അവിടെ ഡോണ്ട് ആണ് അല്ലേ. നോ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, അല്ലെങ്കിൽ ഐ ഡോണ്ട് എന്ന് പറഞ്ഞാലും മതി അല്ലേ. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല, ഐ ഡോണ്ട്. നമുക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് എന്ന് പറയാം അല്ലേ. മൈ ഫേവറേറ്റ് മൂവി ഈസ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് മൂവി എന്നുള്ളത് കമന്റ് ചെയ്ത. മൈ ഫേവറേറ്റ് മൂവീസ്. ഇനി എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് നമുക്ക് പല രീതിയിൽ പറയാം. ഐ ഡോണ്ട് ലൈക്ക്, അല്ലെങ്കിൽ ഐ ഡോണ്ട് എൻജോയ്. അതും മീനിങ് ഇച്ചിരൂടെ ഒന്ന് മാറ്റി പറയുന്നു, കുറച്ചും കൂടെ പൊളൈറ്റ് ആയിട്ട് പറയുന്നു, ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇംഗ്ലീഷുകാർ ശ്രദ്ധിക്കുക, അവരൊരിക്കലും ഡയറക്റ്റ് ആയിട്ട് പറയത്തില്ല, പ്രത്യേകിച്ച് നെഗറ്റീവ് കാര്യം. ഐ ഡിസ്ലൈക്ക് എന്ന് പറയാറില്ല, നമുക്ക് വേണമെങ്കിൽ പറയാം ഐ ഹേറ്റ് എന്ന് പറയാറില്ല, അത് ഭയങ്കര ഇതാ ഇഷ്ടമല്ലെങ്കിലോ. അവർ സാധാരണ പറഞ്ഞു മൈ ലീസ്റ്റ് ഫേവറേറ്റ് ഈസ്, അല്ലെങ്കിൽ ഐ ഡോണ്ട് എൻജോയ്, ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ്. അതും പറയാം, ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ്. ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ചിക്കൻ കറി. എനിക്ക് ചിക്കൻ കറി ഇഷ്ടമാണെന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ നമ്മള് ബിഗ് ഫാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുഴപ്പമില്ല, കഴിക്കുമായിരിക്കും എന്നാണ് നമ്മൾ ചിലപ്പോൾ ഉദ്ദേശിക്കും. പക്ഷെ അവരുദ്ദേശിക്കുന്ന അവർക്ക് താല്പര്യം ഇല്ലെന്നുള്ളതാണ്. ഐ ഡോണ്ട് എൻജോയ് ഈറ്റിംഗ് സ്പൈസി ഫുഡ്. എന്നാൽ എനിക്ക് സ്പൈസി ഫുഡ് താല്പര്യമില്ല, എരിവുള്ള ഭക്ഷണം അല്ലെ. ഐ ഡോണ്ട് ലൈക്ക് ഈറ്റിംഗ് സ്പൈസി ഫുഡ്, അങ്ങനെ വേണം പറയാം. വെച്ചിട്ടുള്ള നല്ല എന്താണ്, ഐ ഡോണ്ട് എൻജോയ്. ഐ ഡോണ്ട് ലൈക്ക് ടു ഈറ്റ് സ്പൈസി ഫുഡ്. അവിടെ ഈറ്റിങ്ങിന് പകരം ടു ഈറ്റ് എന്ന് വേണം നമുക്ക് തീർച്ചയായിട്ടും പറയാം. I don't enjoy eating spicy food. I hate comedy movies. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, അതാണ് ഐ ഹേറ്റ്. ഇപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, മൈ ലീസ്റ്റ് ഫേവറേറ്റ് ഫുഡ് ഈസ് ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല, അതാണ് അർത്ഥം അല്ലേ. മൈ ലീസ്റ്റ് ഫേവറേറ്റ് ഫുഡ് ഈസ് ചിക്കൻ കറി. ഇത് എന്നോട് സാഹിബ് ചോദിച്ചാണ് യഥാർത്ഥത്തില്. ഇങ്ങനെ എന്നോട് ചോദിച്ചു, ആർ യു ഫ്രം ഇന്ത്യ? ഐ ലൈക്ക് സച്ചിൻ. ഹാസ് ഹി റിട്ടയർഡ്? നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണോ? എനിക്ക് സച്ചിനെ വലിയ ഇഷ്ടമാണ്. സച്ചിൻ റിട്ടയർഡ് ആയോ? അപ്പൊ സത്യത്തില് എനിക്ക് ക്രിക്കറ്റിനോട് വലിയ താല്പര്യമില്ല. ഞാൻ പറഞ്ഞ യെസ് ഐ തിങ്ക് ഹി ഹാസ് റിട്ടയർഡ്. എനിക്ക് തോന്നുന്ന പുള്ളി റിട്ടയർ ആയെന്നുള്ളതാണ്. ബട്ട് ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ക്രിക്കറ്റ്. ഐ ലവ് ഫുട്ബോൾ. അപ്പൊ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ക്രിക്കറ്റ്. അവിടെ ഐ ലവ് ഫുട്ബോൾ പറയേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് ഐ ഹേറ്റ് എന്നോ അങ്ങനെ ഐ ഡോണ്ട് ലൈക്ക് എന്നോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇച്ചിരി എന്താണ് ഒരു മിതത്തിൽ പറയാം അല്ലെ, ഒരു ഇച്ചിരി പൊളൈറ്റ് ആയിട്ട് പറയാം. ഐ തിങ്ക് ഹി ഹാസ് റിട്ടയർഡ്. എനിക്ക് തോന്നുന്നു പുള്ളി റിട്ടയർ ആയിരുന്നു. ബട്ട് ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ക്രിക്കറ്റ്. നമ്മുടെ സുഹൃത്ത് നമ്മളോട് ചോദിക്കാണ്, പുതിയ മാനേജറെ പറ്റിയുള്ള നിന്റെ അഭിപ്രായം എന്താണ്? വാട്ട് ഡു യു തിങ്ക് ഓഫ് അവർ ന്യൂ മാനേജർ? വാട്ട് ഡു യു തിങ്ക് ഓഫ് അവർ ന്യൂ മാനേജർ? ഇപ്പൊ പറയാണ്, ഹി സ്ട്രിക്റ്റ് ബട്ട് ഐ തിങ്ക് ഹി ഈസ് ഗുഡ്. ഐ ലൈക്ക് ഹിം. സ്ട്രിക്റ്റ് ആണ്, പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളി ഒരു നല്ല ആളാണെന്ന്, എനിക്ക് പുള്ളി ഇഷ്ടമാണ്. ഹി സ്ട്രിക്റ്റ് ബട്ട് ഐ തിങ്ക് ഹി ഈസ് ഗുഡ്. ഐ ലൈക്ക് ഹിം. ഇനിയിപ്പോ നമ്മൾ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ മൂവീസിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ താല്പര്യം ഉണ്ടോ എന്നൊക്കെ ലൈക്കുന്ന മാത്രമൊന്നും അല്ല, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ആർ യു അപ്പ് ഫോർ ഗോയിങ് ടു മൂവീസ് വിത്ത് അസ്? ഞങ്ങളുടെ സിനിമ കാണാൻ വരുന്നതിന് താല്പര്യം ഉണ്ടോ എന്നാണ് അപ്പ് ഫോർ എന്നാണ് ഉദ്ദേശം. യെസ് ഐ വുഡ് ലവ് ടു ഗോ. യെസ് ഐ വുഡ് ലവ് ടു ഗോ. എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. ആർ യു അപ്പ് ഫോർ ഗോയിങ് ടു ദ മൂവീസ് വിത്ത് അസ്? യെസ് ഐ വുഡ് ലൈക്ക് ടു ഗോ. പറയാം, എനിക്ക് ഇന്നൊന്നും ചെയ്യാൻ താല്പര്യമില്ല, അതായത് വരാൻ താല്പര്യമില്ല, ഞാൻ വളരെ മടുത്താണ് ഇരിക്കുന്നത്. ഐ എം നോട്ട് റിയലി അപ്പ് ഫോർ ഡൂയിങ് എനിത്തിങ് ടുനൈറ്റ്. ഐ എം ടു ടയർഡ്.
ഇന്നും ചെയ്യാൻ താല്പര്യമില്ല, ഭയങ്കരമായിട്ട് മടുത്താണ് ഇരിക്കുന്നത്. അല്ല ഇങ്ങനെ പറയാം, ഐ എം സോറി, ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് മൂവീസ്. എനിക്ക് വലിയ താല്പര്യമില്ല, ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് മൂവീസ്. ഇനിയിപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ എഴുതുക, എനിക്ക് ചായയാണ് ഇഷ്ടം, കാപ്പി വലിയ താല്പര്യമില്ല. അപ്പൊ നിങ്ങൾ വളരെ പൊളൈറ്റ് ആയിട്ട് വേണം പറയാൻ. ഐ ഡോണ്ട് ലൈക്ക് എന്നുള്ളതല്ല, ഇച്ചിരി പൊളൈറ്റ് ആയിട്ട് എങ്ങനെ പറയാന്നുള്ളത് നമ്മൾ പഠിച്ചല്ലോ. അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.